ശിവ നമ്മൾ എവിടെ പോവാ? ഗായത്രി ഓണം കൂടാൻ പോവാ. ഓണം പിള്ളേരോണം. ഹാപ്പി ഓണമാണോ? നോക്കട്ടെ കുഞ്ഞിന് എങ്ങനെയുണ്ട്. സുന്ദരിയാണോ? വാവ്, ഇങ്ങോട്ട് നോക്കൂ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് പിള്ളേരോണം ആഘോഷിച്ചു കേട്ടോ. അത് പ്രിയയുടെ വീട്ടിൽ വെച്ചിട്ടാണ് കൂടിയത്. കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഒരുമിച്ചിരുത്തി ഫുഡ് കൊടുക്കണമെന്ന് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് എടുത്ത തീരുമാനമാണ്. ഫുൾ ഡയറ്റിലായിരുന്നു ഞാനും സന്തോഷനും. ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് ഡയറ്റ് കംപ്ലീറ്റ് തെറ്റിയിരിക്കുകയാണ് ഗൈസ്. ഈ സാമ്പാറും ചോറും പരിപ്പും പായസവും ഒക്കെ കണ്ട എങ്ങനെ ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അമ്മമാർക്ക് ഓണം വേണം അല്ലയോ? അമ്മയോണം. അപ്പൊ നമുക്ക് വേണ്ടി ആര് ഫുഡ് വെച്ച് തരും? നമ്മൾ തന്നെ. നമുക്ക് വേണ്ടി അച്ഛന്മാരുണ്ടാക്കുന്നത് മക്കളുണ്ടാക്കണം. അമ്മയോണത്തിന് പുതിയ ഉണ്ടോ പിള്ളേരോളം മാറി അമ്മയോണം. അതും ആദ്യം ശിവന് കൊടുത്തോണ്ടാ തുടങ്ങിയത്. കുഞ്ഞു പെണ്ണ് അവളല്ലേ, അപ്പോൾ അവൾക്ക് ആദ്യം കൊടുത്തു. ഞങ്ങളെല്ലാവരും വിളമ്പി. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറും ചോറും. അവൾക്ക് അംഗനവാടിയിലെ മെയിൻ ഇഷ്ടമുള്ള ഫുഡ് സാമ്പാറും ചോറുമാണ്. അങ്ങനെ എല്ലാ കറികളും വെച്ച് അവളെ സ്വന്തമായിട്ട് കഴിക്കുക. അവൾക്ക് ഇഷ്ടമല്ല ആരും വാരി കൊടുക്കുന്നത്, സ്വന്തമായിട്ട് കഴിക്കുന്നതാണ് കുഞ്ഞിന് ഇഷ്ടം. അങ്ങനെ പിള്ളേരോണം പിള്ളേരെ കൊണ്ട് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും കൂടി അഖിൽ സാറുണ്ടായിരുന്നു, ഷെറിൻ സാറുണ്ടായിരുന്നു, ഷീന ചേച്ചി ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ പ്രിയയും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് നല്ലൊരോണം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. കാരണം ശ്രീൻ്റെയും ശിവൻ്റെയും ലൈഫിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ പിള്ളേരോണം ആഘോഷിക്കുന്നത്. ഓരോ സമയം ഇത് കഴിയുമ്പോഴായിരിക്കും ഞങ്ങൾ അറിയുന്നത്. നേരം കിട്ടിയില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളെടുത്ത തീരുമാനമാണ്. ഉച്ചയ്ക്ക് ഓഫീസിലായതുകൊണ്ട് വൈകിട്ട് ഞങ്ങൾക്ക് കൂടാതെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനം. അതെന്തായാലും വളരെ സന്തോഷകരമായി പോയി. ഭയങ്കര ആഹ്ലാദമായിരുന്നു. ഒരു ദിവസം പോയതറിഞ്ഞില്ല. ഞങ്ങൾ കുറച്ച് പാട്ടും കളികളും ഒക്കെ ഉണ്ടായിരുന്നു. കളികളൊക്കെ പിറകാലം നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഫുഡാണ് പിള്ളേരോണത്തിന് സദ്യയായിരുന്നു മെയിൻ. ഞാൻ സന്തോഷിന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഇങ്ങനെ ഒരു ദിവസമായി മാറുമെന്ന്. രാവിലെ ജോലിക്ക് പോകുന്നു, വൈകിട്ട് വരുന്നു, അത്രമാത്രമേ ചിന്തിച്ചുള്ളൂ. പക്ഷേ ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസമായി മാറി. അതിന് ഇവരെല്ലാവരും കാരണക്കാരാണ്, പ്രത്യേകിച്ച് കുട്ടികൾ. കുഞ്ഞുങ്ങൾക്കുള്ള ഓണം നമ്മൾ കുഞ്ഞുങ്ങളെ വെച്ച് തന്നെ ആഘോഷിച്ചപ്പോൾ അത് മനസ്സ് നിറഞ്ഞു. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ചില സമയങ്ങൾ നമ്മൾ കണ്ടെത്തണം ആനന്ദിക്കാനായിട്ട്. കുട്ടികളുടെ സെഷന് ശേഷം ഞങ്ങൾ അമ്മമാരുടെ ഒരു പിടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചോറ് കഴിച്ചു, സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കറികൾ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ സാമ്പാറും അവിയലും തോരനും പിന്നെന്തോ ഉണ്ടായിരുന്നു, പരിപ്പ് കറി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ചെറിയ രീതിയിലുള്ളൊരു സദ്യ, അതിനോടൊപ്പം നല്ല സേമിയ പായസവും അങ്ങനെ കഴിച്ച് വളരെ സന്തോഷപൂർവ്വം ഈ ഒരു പിള്ളേരോണം നമ്മൾ ആഘോഷിച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ് എൻ്റെ സന്തോഷത്തിൻ്റെയും കുഞ്ഞുങ്ങളുടെയും ലൈഫിൽ ഇത് ആദ്യത്തെ സംഭവമാണ് ഇങ്ങനെ ഒരു പിള്ളേരോണം ആഘോഷിക്കുന്നത്. ശേഷം ഞങ്ങളുടെ കലാപരിപാടികൾ. പിള്ളേരോണത്തിന് പിള്ളേരോടൊപ്പം ഞങ്ങളും അങ്ങ് കുഞ്ഞായിപ്പോയി. Ready, 1, 2, 3.